നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള തേങ്ങ വറുത്തരച്ച പാവയ്ക്ക കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അധികം സമയം ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ ഫ്രൈ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അധികം വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം. ഈ തേങ്ങയുടെ അരപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാവയ്ക്ക വേവിച്ചെടുക്കാം. ഞാൻ കറി വെക്കാനുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളിയാണ് അത് അരിഞ്ഞതും, ഒരു 4-5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് കിടന്ന് തന്നെ നന്നായിട്ട് വഴന്നു വന്നോളും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാവയ്ക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. പാവയ്ക്കയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് അത്രയും ആവശ്യമില്ലാത്തവർക്ക് 1 ടീസ്പൂൺ എടുത്താലും മതി. നമ്മളിതിലേക്ക് വേറെ മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മല്ലി ഞാനിവിടെ തേങ്ങയുടെ കൂടെ തന്നെ അരച്ചത് കൊണ്ട് വേറെ എക്സ്ട്രാ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 നെല്ലിക്ക മുഴുപ്പിലുള്ള പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. 1 ഗ്ലാസ് വെള്ളം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കറി കുറച്ച് ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറുകിയ ചാറോട് കൂടിയുള്ള കറിയാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറി തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പാവയ്ക്ക കറി വെച്ചോ വറുത്തോ ഒക്കെ കഴിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള തേങ്ങ വറുത്തരച്ച പാവയ്ക്കാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്